എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വരാഹി ദേവിയെക്കുറിച്ചാണ്. പരാശക്തിയുടെ ഉഗ്രവും സംരക്ഷണാത്മകവുമായ ഭാവമാണ് വരാഹി ദേവി. മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ സ്ത്രീരൂപമാണ് വരാഹി ദേവി. പന്നിയുടെ മുഖവും മനുഷ്യ ശരീരവുമാണ് ദേവിയുടേത്. ഭക്തന്മാരെ തിന്മകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നതിൽ വരാഹി ദേവി അതീവ ശക്തിയാണ്. വരാഹി ദേവിയെ പ്രാർത്ഥിച്ചാൽ മനസ്സമാധാനം ശത്രുനാശവും ഉണ്ടാകും. നീല നിറമാണ് ദേവിക്ക്. പന്നിയുടെ മുഖവും മനുഷ്യ ശരീരം, 4 കൈകളിൽ കലപ്പ, സുദർശന ചക്രം, അഭയമുദ്ര, വരമുദ്ര ഇവയാണ്. കാട്ടുപന്നിയുടെ മുഖത്തോട് കൂടിയ ഈ ഭഗവതി പഞ്ചുരുളി, പന്നിമുഖി, അഷ്ടലക്ഷ്മി സ്വരൂപിണി, വരാഹിലക്ഷ്മി, ദരിദ്രനാശിനി, പാതിരാ പഞ്ചമി, രാത്രി ഭഗവതി തുടങ്ങിയ പേരുകൾ കൂടിയുണ്ട്. കഠിനമായ വ്രതങ്ങളോ പൂജകളോ കൂടാതെ തന്നെ വളരെ വേഗം പ്രസാദിക്കുന്ന ദേവിയാണ് വരാഹി ദേവി. വരാഹ രൂപം പൂണ്ട ഭദ്രകാളി എന്ന പേരുകൂടിയുണ്ട്. ഇല്ലായ്മകൾ, ദാരിദ്ര്യം തുടങ്ങിയവ പരിഹരിക്കുന്ന ലക്ഷ്മി ആയതിനാൽ ഭഗവതിക്ക് പഞ്ചമി എന്ന മറ്റൊരു പേരുകൂടിയുണ്ട്. മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി സർവ്വദാരിദ്ര്യവും ഇല്ലാതാക്കാൻ ശക്തിയുള്ള ദേവിയാണ്. അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിൻ്റെ അധിപതിയായ സോമേശ്വരിയായിട്ടും ഭൂശക്തിയായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും വരാഹി ദേവിയെ ആരാധിക്കുന്നു. ഐശ്വര്യം, വിജയം, സമ്പത്ത്, ദുഃഖനാശം എന്നിവ പരിഹരിക്കുന്ന ലക്ഷ്മിയാണ് വരാഹി ദേവി. പഞ്ചമി തിഥി പ്രധാനം ആയതിനാൽ ഭഗവതിക്ക് പഞ്ചമി എന്ന പേരുകൂടിയുണ്ട്. വരാഹി ദേവിയുടെ ഭക്തർ സ്ത്രീകളോട് ഒരിക്കലും മോശമായി പെരുമാറാൻ പാടില്ല എന്നതാണ് ആചാരം. സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ദേവിയുടെ അനുഗ്രഹമുണ്ടാകും. ശക്തി സ്വരൂപിണിയെ വരാഹി ദേവി ഉഗ്രമൂർത്തിയാണ്. പഞ്ചമി തിഥിയിലെ രാത്രി വരാഹി ദേവിക്ക് അതിവിശേഷമാണ്. സാമ്പത്തിക ഉന്നതിയുണ്ടാകാൻ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഭക്തിയുടെയും പൂർണ്ണ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവരെ വരാഹി ദേവി ഒരിക്കലും കൈവിടുകയില്ല. എപ്പോഴും തൻ്റെ ഭക്തരോട് സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ദേവിയാണ് വരാഹി ദേവി. പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ദേവി തൻ്റെ ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റും. നല്ല ഉദ്ദേശത്തോടെയുള്ള പ്രാർത്ഥനകളെല്ലാം ദേവി കേൾക്കും. എന്നാൽ മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യും. വരാഹി മന്ത്രം ജപിക്കുന്നവരുടെ പാതയിലെ എല്ലാ പ്രതിബന്ധങ്ങളും നീങ്ങുകയും സർവ്വ ഐശ്വര്യവും സമ്പത്തും നൽകി അനുഗ്രഹിക്കും. ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നവരെ വരാഹി ദേവി ഒരിക്കലും കൈവിടുകയില്ല. വരാഹി ദേവി പൂജയ്ക്കായി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുകളിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചതിന് ശേഷം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാം. വീട്ടിൽ മൺവിളക്ക് ഉള്ളവർക്ക് ചതുരാകൃതിയിലുള്ള ഒരു ചെറിയ കടുംനീല നിറത്തിലുള്ള തുണിയെടുത്ത് അതിൽ കുറച്ച് കടുകുമിട്ട് ഒരു കിഴി കെട്ടി ഇടാം. ഈ കിഴി മൺചിരാതിലിട്ട് എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കാം. ഇങ്ങനെ വീട്ടിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇതൊന്നുമില്ലെങ്കിലും സാധാരണ വിളക്ക് കത്തിച്ചാലും മതി. മരച്ചീനി വയ്ക്കുന്നത് വരാഹി ദേവിയെ പ്രീതിപ്പെടുത്താൻ നല്ലതാണ്. വരാഹി ദേവിയെ പ്രീതിപ്പെടുത്താൻ എല്ലാ ശനിയാഴ്ചയും പൂജ നടത്താം. രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെയും അല്ലെങ്കിൽ രാത്രി 8 മുതൽ 9 വരെയും പൂജ ചെയ്യാം. 8 ശനിയാഴ്ചകളിൽ തുടർച്ചയായി ഈ പൂജ ചെയ്യണം. ഈ പൂജ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും. ശല്യം ചെയ്യുന്ന ശത്രുക്കളെ ഇല്ലാതാക്കും. വരാഹി ദേവി മാനസികമായി ശക്തി നൽകുകയും കഷ്ടപ്പാടുകൾ അവസാനിക്കുകയും ജീവിതത്തിൽ കൂടുതൽ സമ്പത്ത് നൽകുകയും ചെയ്യും.
വരാഹി ദേവിയെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പണത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നതായി കാണാം. വരാഹി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകും. വരാഹി മന്ത്രം 108 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. സമയമില്ലാത്തവർ 3 തവണയെങ്കിലും ജപിക്കുക. മന്ത്രം ഇതാണ്: ഓം ഐം ഹ്രീം ശ്രീം വരാഹിമുഖി ഹ്രീം സിദ്ധേശ്വരി സ്വാഹ. ഇതാണ് മൂലമന്ത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.